സെലി പറക്കുന്നു സലു കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ താരം. സെലീനയുടെ വെറൈറ്റി മീഡിയ എന്ന ചാനലിൽ വന്ന ഇൻ്റർവ്യൂ കണ്ടവർ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കും. പലരുടെയും സംശയമാണ് സെലിയുടെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ എവിടെയോ എന്തോ തകരാറ് പോലെ. പക്ഷേ ആ സംശയമെല്ലാം ഇതോടുകൂടി തീരും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. സെലി നമ്മൾ വിചാരിച്ച ആളല്ല. സെലിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും തന്നെയില്ല. കാരണം ആ ഇൻ്റർവ്യൂവിൽ സെലിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സെലി എത്ര രസകരമായാണ് മറുപടി നൽകുന്നത്. അത് കണ്ടവർ തീർച്ചയായും മനസ്സിലാക്കും സെലിക്ക് നമ്മളെക്കാളും ഒരു പടി മുകളിലാണ് ബുദ്ധിയുള്ളതെന്ന്. വീഡിയോകൾക്കിടയിൽ ചില സമയത്ത് സെലി ചൂടാകുന്നതാണ് പലരുടെയും പ്രശ്നം. അതിനുള്ള കാരണം പലരും തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സെലിക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരു വർഷത്തിന് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സെലിയെ ആരും തന്നെ അറിഞ്ഞില്ല. പക്ഷേ സെലി വീണ്ടും വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അതാ ഒരു ദിവസം സെലി അങ്ങ് വൈറലായി മാറി. കൂടാതെ സെലിയുടെ വൈറൽ കണ്ട് മറ്റുള്ളവരും സെലിയെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാനും വീട്ടിൽ വന്ന് കാണാനും വീഡിയോ എടുക്കാനുമെല്ലാം തുടങ്ങിയപ്പോൾ അവരുടെയെല്ലാം ചാനലുകളും വൻ വൈറലാകാനാണ് തുടങ്ങിയത്. പിന്നെ തന്നെ വന്ന് കണ്ട് വീഡിയോകൾക്ക് റീച്ചുണ്ടാക്കിയവർ തന്നെ സെലിയെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ സെലി അത്തരം കാര്യങ്ങൾ ഉപേക്ഷിച്ചു. വെറൈറ്റി മീഡിയയിലെ ഇൻ്റർവ്യൂവിൽ സെലിയോട് ഒരു ചോദ്യം ചോദിച്ചു, സെലി മേക്കപ്പ് ചെയ്യാറുണ്ടോ എന്ന്. അതിന് സെലി പറഞ്ഞത് ഞങ്ങൾക്കത് ഹറാമാണെന്നും ഞാനൊരു മുസ്ലിമാണെന്നും അത്തരത്തിൽ മേക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ വരും കുട്ടി, എന്ത് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള സെലിയുടെ പ്രതികരണങ്ങൾ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുലർച്ചെ തന്നെ പാട്ടുപാടി വീഡിയോകളെല്ലാം വരുന്നുണ്ടല്ലോ എന്ന് സെലിയോട് ചോദിച്ചപ്പോൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിൽ നിന്ന് ചെറിയ വരുമാനമെല്ലാം ലഭിക്കണ്ടേ എന്നാണ് സെലി മറുപടി നൽകിയത്. ഇത്തരത്തിൽ സെലിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് സെലി നൽകിയ വ്യക്തമായ മറുപടി മാത്രം കേട്ടാൽ മതി സെലിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളോ മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു തകരാറുമില്ലെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സെലിയോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, സിനിമയിലേക്ക് പോകാൻ ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും? അതിന് സെലി പറഞ്ഞ മറുപടി അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ രാവിലെയൊക്കെ എണീറ്റ് മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടുന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അത് എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായ പിന്നെ പാട്ട് പാടണ്ടേ. സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയ സിനിമ നോനോ അതൊന്നും ഇഷ്ടമല്ല. സിനിമയ്ക്കില്ല, അത് അഭിനയിക്കണമൊന്നും ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരായിട്ട് എനിക്ക് ആഡംബരം കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. എനിക്ക് സിനിമയിലേക്ക് പോകും വേണ്ട, ആൽബത്തേക്ക് പോകും വേണ്ട, ഞാനിങ്ങനെ ഈ രീതിയിലാണ് പോയാൽ മതി. ഉള്ളത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടാണ് പോവാ. എന്താ രാവിലെ പാട്ട് പാടാനുള്ള ഒരു തോന്നല്? പാട്ട് പാടാൻ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഉണ്ടേ, അല്ലാതെ പിന്നെ എന്തിനാ പാട്ട് പാടുന്നത്? ചുമ്മാ ഇടുന്നതല്ല, ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി പോകണ്ടേ, അതിന് വേണ്ടിട്ട് അല്ല, ഇതിനൊരു ഉപകാരം വേണ്ടേ, പൈസ കിട്ടണ്ടേ. അല്ലാത്ത കോമഡി കളിച്ചാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കണത്, അല്ല പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടല്ലേ. അതെന്താ ഈ ചോദ്യത്തിന് എന്തോ ഒരു കളിയാക്കുന്ന രീതിയിലുണ്ട്.